ക്ലാസ്സിൽ പിന്നെ 10ാം ക്ലാസ് വരെ പ്രേമിച്ചു. അതിലൊരു സുന്ദരിയായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഇവളെ കണ്ടിട്ട് ഇങ്ങനെ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുമല്ലോ. ഞങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ആ കുട്ടി വേറെ കല്യാണം കഴിച്ചു. നിങ്ങൾക്ക് പരസ്പരം ഒരു പ്രണയം തോന്നിയായിരുന്നു? അതായിരിക്കും നല്ലതായിട്ട് പറ. രാജേഷിനെ പറഞ്ഞു. അതല്ല അതിന്റെ പ്രശ്നം, വേറെ സാധ്യതകൾ ഉള്ളത് കൊണ്ട്. പ്രണയം തോന്നിയ ഒരു സെലിബ്രിറ്റി ആരാണ്? കുറച്ച് പ്രായമായി ഇപ്പൊ. മക്കളോ? ഞാൻ കുട്ടിയല്ലേ, അങ്ങനെ ആ കുട്ടിയെ വലുതാവട്ടെ എന്നിട്ട് 2 പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഉപദേശം ഉണ്ട്. കയ്യിന്ന് പോയിട്ട് നന്നായിട്ടൊന്ന് പ്രൊമോഷൻ ചെയ്യടാ. പ്രൊഡ്യൂസർ സ്നേഹപൂർവ്വം സംസാരിച്ചത് എപ്പോഴാണ്? പ്രൊമോഷൻ വരാൻ വേണ്ടി. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ സിനിമ എടുക്കാൻ പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യം നിങ്ങൾ വിചാരിച്ചോ പ്രായങ്കാരിക്കുമെന്ന്? അവര് ചോദിച്ചു ആരോ മരിച്ചിട്ടെല്ലാം കോൾ ചെയ്യുന്നതെന്നാ വിചാരിച്ചത്. അതായത് എന്റെ റിയാക്ഷൻ കണ്ടിട്ട് എന്ത് പറ്റി അങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മ. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy. ഹലോ എവരിവൺ, സുരേഷിന്റെയും സുമലതയുടെയും പ്രണയകഥയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ പറയൂ, ഒരു വാക്കും കൂടി ഉണ്ട് അതിന്റെ ഇടയിൽ. ഹൃദയഹാരിയായ പ്രണയകഥ. ഞാൻ പറഞ്ഞു വെച്ചിരുന്നു എന്റെ ചേട്ടാ ഇങ്ങനെ വായി കൊള്ളാത്ത അത്രയും വലിയ പേരെ കിട്ടു വെച്ചാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. നമ്മൾ ചിത്രയ്ക്ക് ഒരു കാര്യം അറിയോ? അതായത് ഞാനും രാജേഷേട്ടനും തമ്മില് ഒരു 8-10 വർഷം മുൻപത്തെ പരിചയമുണ്ട്. അതെ, അതെങ്ങനെ? അതെ, ഞാൻ ഇത്രയും കാലം രഹസ്യമാക്കി വെച്ചേക്കായിരുന്നു. ഇനി ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഓഡീഷന് പോയാ? ആ തൊണ്ടുമുതലും ദൃക്സാക്ഷിയിൽ ശരിക്കും ഞാനായിരുന്നു നായികയായിട്ട് വരേണ്ടത്. ജസ്റ്റ് രക്ഷപ്പെട്ടതാ. എനിക്ക് എങ്ങനെ ഞാൻ രക്ഷപ്പെടും? കാരണം എനിക്ക് ക്ലാസ് എടുത്ത് തന്നെ ഈ രാജേഷേട്ടനാ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ നിന്ന് തോറ്റുപോയത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിങ്ങനെ ഒരുമിച്ച് അഭിനയിച്ച് നിങ്ങൾ ഭയങ്കര സക്സസ്ഫുൾ കോംബോ ആയിട്ട് നാട്ടുകാർ മുഴുവനും കൂടെ നിങ്ങളെങ്ങനെ എടുത്ത് ആഘോഷിച്ചപ്പോ നിങ്ങക്ക് പരസ്പരം ഒരു പ്രണയം തോന്നിയായിരുന്നു? ഇല്ല, അങ്ങനെയുള്ള സാഹചര്യം അല്ലല്ലോ. ആ സാഹചര്യം ഇല്ലേ? എന്നിട്ട് നമ്മള് പല ആൾക്കാരുടെ കാര്യം എടുത്ത് നോക്കി. അതായത് ഇപ്പൊ ബിജു മേനോൻ, സംയുക്ത വർമ്മ, അതുപോലെ പേളി മണി, ശ്രീനിഷ് അരവിന്ദ്, ഇവരൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ സാധ്യതകളുണ്ട്. നമുക്ക് അതിനുള്ള അതല്ല അതിന്റെ പ്രശ്നം, വേറെ സാധ്യതകൾ ഉള്ളത് കൊണ്ട്. ഈ സാധ്യതകൾക്ക് അധികം പ്രാധാന്യം കൊടുത്തില്ല. എവിടെയാ സാധ്യതയുള്ളേ? ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെ ഇല്ല. ആണോ? അതെ അതെ. ഈ സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടറെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ അറിഞ്ഞു, സത്യമാണോ? ഈ സിനിമ ആണ്. വിശേഷങ്ങളൊക്കെ പറഞ്ഞ കേക്കട്ടെ. മറ്റൊരു ഹൃദയഹാരിയായ പ്രണയകഥ പറ. കല്യാണം ഉണ്ട്, ഈ വർഷം ഉണ്ടാവും. ആണ് അല്ലേ? അടിപൊളി. ചിത്രയുടേതും ഏകദേശം അങ്ങനെ തന്നെയാ. അത് ശരി, നിങ്ങൾ രണ്ടുപേരും സാധ്യതകളിലേക്ക് പോയിട്ടുണ്ട്. അത് ശരി. ഞാൻ ചോദിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ നടന്നാ മതി, ഒരു കല്യാണമൊക്കെ കഴിച്ച് കഷ്ടപ്പെടണ്ടേ എന്ന് ചോദിക്കാൻ വരുമായിരുന്നു. എടുത്തണ്ടേന്ന് ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? അല്ല, ഞാൻ 5 കൊല്ലം കേട്ടിട്ട്. 5 കൊല്ലായി കേട്ടിട്ട്? 1-2 പിന്നെ 5 കൊല്ലം ഇങ്ങനെ തന്നെ ഇരിക്കുക. ചർമ്മം കണ്ട പ്രായം പറയും. അത് ശരിയായിട്ടോ. ഇപ്പൊ ഇതിനടി കമന്റ് വരും, ആ പെണ്ണുമ്പോഴേക്ക് 10-15 വയസ്സായെന്നുണ്ടല്ലോ. തൊണ്ടിമുതൽ ചെയ്യുമ്പോ ഇതിനേക്കാളും പ്രായം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മക്കളോ? ഞാൻ കുട്ടിയല്ലേ, അങ്ങനെ ആ കുട്ടിയെ വലുതാവട്ടെ എന്നിട്ട് നമുക്ക് സിനിമയിലേക്ക് വരാം. ചേട്ടാ എവിടെ നിന്ന് കിട്ടി ചേട്ടാ ഈ കണ്ണടയൊക്കെ? വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാ. അത് എവിടെന്നാ? എവിടുന്നാണ്? സുജിത്തിനോടും ലിജിയോടും ചോദിക്കണം. എനിക്ക് വീക്ക്നെസ് ഗ്ലാസുകൾ. അതെ, സുരേഷിന്. സുമലതയ്ക്ക് അങ്ങനെയുള്ള എന്തെല്ലാം വീക്ക്നെസ്സുകൾ ഉണ്ടായിരുന്നു? വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ സുരേഷൻ മാത്രം എന്റെ ഒരു വീക്ക്നെസ്. നിങ്ങൾ 1960-ലെ പ്രണയം കാണിക്കുന്നു, 90-ലെ പ്രണയം കാണിക്കുന്നു, 2023-ലെ പ്രണയം കാണിക്കുന്നു. ഏത് പ്രണയം ഏറ്റവും നല്ലത്? സ്വഭാവം നന്നായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്കും ട്രോള് വരും. എല്ലാ പ്രായത്തിലും ഏത് കാലഘട്ടം ഒന്നുമില്ല, എല്ലാ കാലഘട്ടവും നല്ല തന്നെയാണ് പ്രണയിക്കാൻ. ഞാൻ 3-4 ചോദിക്കാം, ഒറ്റ വാക്ക് ഉത്തരം പറയണേ. ഡയറക്ടർ പറഞ്ഞു തന്ന ഒരു പാഠം എന്ത്, ഒരു ഉപദേശം എന്ത്? പണിയറിയിലേക്ക് വീട്ടിൽ പോടാ.
ഓക്കെ, 2 പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു ഉപദേശം എന്ത്? അതായിരിക്കും നല്ലായിട്ട് പറയും. രാജേഷിനെ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ പറയാം വരുന്നില്ല. വിട്ടുപോയി അതായത് സുമലതേ പറ. കയ്യിന്ന് പോയിട്ട് നന്നായിട്ടൊന്ന് പ്രൊമോഷൻ ചെയ്യടാ. കയ്യിന്ന് പോയിട്ടില്ലേ ദൈവമേ, എന്നോട് ക്ഷമിക്കണം കേട്ടോ. പ്രൊമോഷൻ എന്ന് പറഞ്ഞ് ഇവരെ കൊണ്ട് ഇരുന്നോ ചെയ്തു. ഇനി പ്രൊഡ്യൂസർമാർ അബദ്ധമായി വീണേ വിളിച്ചു. ഇനി ഈ പറഞ്ഞ 60-കൾ 90-കൾ 2023 പല പല കാലഘട്ടങ്ങൾ അഭിനയിച്ചപ്പോൾ നിങ്ങൾ സ്വയം പഠിച്ചതെന്ത്? പ്രേമിച്ച് നടന്നതിനാണെങ്കിൽ താത്വികപരമായി പറയുകയാണെങ്കിൽ ഞാൻ ഡാൻസ് പ്രേമത്തിന് യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാന്ന് ഞാൻ പഠിച്ചു. ആണല്ലേ? പക്ഷെ പ്രണയ കാര്യങ്ങൾ ചോദിക്കട്ടെ. പ്രണയം തോന്നിയ ഒരു സെലിബ്രിറ്റി ആരാണ്? 2 പേരും പറയണേ. ചാക്കോച്ചൻ. ഓ, അത് പറയാൻ പറ്റില്ലല്ലോ, അപ്പൊ വേറെ പറ. മിറിൽ സ്ട്രിപ്പ്. മിറിൽ സ്ട്രിപ്പ് അതാരാ? കുറച്ച് പ്രായമായി ഇപ്പൊ. ഓക്കെ, ഇനി ആദ്യത്തെ പ്രണയത്തെ കുറിച്ച് സംസാരിക്കുക. 8ാം ക്ലാസ്സിൽ പിന്നെ 10ാം ക്ലാസ് വരെ പ്രേമിച്ച് നടന്നു. അതിലൊരു സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പൊ ഇവളെ കണ്ടിട്ട് ഇങ്ങനെ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുമല്ലോ. തിരിച്ചു നമ്മളോട് ഇഷ്ടം ഉണ്ടായില്ലേ? തിരിച്ചുണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ദൂരത്ത് നോക്കി എന്നിട്ട് ഇങ്ങനെ ചിരിച്ചിട്ടൊക്കെ പോകും. അങ്ങനെയൊക്കെയുള്ള ആ കുട്ടി വേറെ കല്യാണം കഴിച്ചു. പിന്നെ കുട്ടിയുടെ ജീവിതം രക്ഷപ്പെടുത്തിയല്ലേ? ആ കുട്ടി 10ാം ക്ലാസ്സിലേക്ക് ആവുമ്പോൾ മനസ്സിലായി ഞാൻ ഈ നോക്കി ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ കുട്ടി വേറെ സംസാരിക്കാൻ പോകും. സത്യമാണത്, വളരെ സത്യം. ഞാൻ ഇനി 8 ഉണ്ട് 9 ഉണ്ട് അതെല്ലാം അല്ല അത് കഴിയുമ്പോഴത്തേക്ക് എനിക്കൊന്നും ആലോചിക്കാനുള്ള സമയം കിട്ടുമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചിത്രയുടെ ആദ്യത്തെ പ്രണയത്തെ കുറിച്ച് പറ. ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോ ചിത്രകളെ വരച്ച് തന്നിട്ടുണ്ട്. എന്താ പടം വരച്ചു? എന്താ വരച്ചു തന്നെ? അതിപ്പോ എന്താ ഞാൻ പറഞ്ഞത് മറ്റേ വീട് 2 കാക്ക ആശാനാണോ? അല്ല ഇപ്പൊ ചോദിച്ചോണ്ട് ഞാൻ മലേന്റെ ഇടയിലൊരു സൂര്യൻ. അല്ല ഞാനില്ലേ ഭയങ്കരമായിട്ട് ആലോചിച്ചെടുത്തേ അത് ഇല്ലാണ്ടാക്കിയത്. സംവിധായകനോട് ഒരു പ്രണയം അല്ലെങ്കിൽ സ്നേഹം തോന്നിയത് എപ്പോഴാണ്? എന്നെ സെലക്ട് ചെയ്തപ്പോ അടുത്ത സിനിമ ഉണ്ടെന്ന് പറഞ്ഞു. ഏത് അടുത്ത സിനിമയിലേക്ക് സെലക്ട് ചെയ്തോ? അങ്ങനെ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയിലേക്ക് സെലക്ട് ചെയ്തപ്പോ അല്ലേ? രാജേഷ് ചേട്ടനോ? എനിക്ക് ആദ്യം മുതലേ പ്രണയം. മറ്റേ ഫസ്റ്റ് പുള്ളി വിളിച്ചിട്ട് ആദ്യം ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നേ. ഇന്ന ദിവസം പിന്നെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലേക്ക് വിളിക്കുന്ന സമയത്ത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ കഥ പറയുന്ന അന്ന് തൊട്ട് കട്ടപ്രേമത്തിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രൊഡ്യൂസർ ഏറ്റവും പ്രണയപൂർവ്വം അല്ലെങ്കിൽ സ്നേഹപൂർവ്വം സംസാരിച്ചത് എപ്പോഴാണ്? പ്രൊമോഷന് വരാൻ വേണ്ടി അല്ല. ശരിയാ, 10-30 പ്രൊമോഷൻ ഇന്റർവ്യൂസ് എടുത്തു വെച്ചിട്ടുണ്ട്. പ്രണയത്തോടെ സംസാരിച്ചേ പറ്റൂ. ഇപ്പൊ വരുമ്പോ പോലും അങ്ങനെയല്ല. ഞങ്ങളെ പേര് പറയാൻ മറക്കരുത്. വളരെ മലയാളം ഭയങ്കര സ്വീറ്റ് മനുഷ്യന്മാരാ, അടിപൊളി മനുഷ്യന്മാരാ. കറക്റ്റ് ആയിട്ട് പൈസ ഒക്കെ തന്നായിരുന്നു? ഓ പിന്നെ ആണല്ലേ? നമ്മൾ ബാർഗെയിൻ ചെയ്യേണ്ടി വന്നില്ല. അവരെ കുറിച്ച് പറയണമെന്നല്ലേ പറഞ്ഞു? ഉള്ള സത്യമൊക്കെ പറഞ്ഞു. ഇല്ല, എനിക്ക് ബാർഗെയിൻ ചെയ്യേണ്ടി ഒന്നും വന്നിട്ടില്ല. അങ്ങനത്തെ പ്രൊഡ്യൂസേഴ്സ് അല്ല അവര്. പിന്നെ അവര് ലാവിഷാണോ? ആവശ്യമായതുകൊണ്ടല്ല. അല്ല നമ്മള് സെറ്റില് എല്ലാ ദിവസവും ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടാവും. അപ്പൊ ഒരു നിങ്ങളാരെങ്കിലും കുഴപ്പമുണ്ടോന്ന് പറയാം. അതായിരിക്കും. പിന്നെ ഒരു പ്രൊഡ്യൂസർ എന്നില്ല ഒരു ഞാനിപ്പോ ഈ സിനിമയല്ലേ ചെയ്യുന്നത്. രാജേട്ടൻ കുറെ ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ പ്രൊഡ്യൂസർ എന്നെല്ലാം പറയുമ്പോ മറ്റേ വേദനിക്കുന്ന കോടീശ്വരന്മാരിക്കുന്നില്ല, അതുപോലെ ഇല്ല. പക്ഷെ ഇത് അങ്ങനെയൊന്നല്ല, നല്ല വേദനിക്കാതെ വേദനയൊക്കെ ഇവര് കടിച്ചു പിടിച്ച് നിൽക്കും, അറിയിക്കില്ല പുറത്ത്. പക്ഷെ നല്ല കമ്പനി ആയിട്ട് സെറ്റിലല്ലേ ആണല്ലേ? നീ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് പ്രൊഡ്യൂസർമാര് എടാ ഇങ്ങനെയൊന്നും പറയാനല്ലടാ ഞാൻ പറഞ്ഞു, ഞങ്ങളെ കുറിച്ച് നല്ലതല്ല പറയണം. അവര് അങ്ങനെയൊക്കെ പറയല്ലേ, എന്തെങ്കിലുമൊക്കെ പറയോ നല്ലത് അങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ. ആണല്ലേ? ഓക്കെ, ഈ പല കാലഘട്ടത്തിൽ 60, 90, 2023 3 കാലഘട്ടത്തിൽ ചെയ്തില്ലേ? ഏറ്റവും എളുപ്പത്തിൽ ചെയ്ത കാലഘട്ടം ഏതായിരുന്നു? 23 ആയിരിക്കും. ആണോ? ഓ, യൂത്ത്ഫുൾ ലവ് ആയിരുന്നല്ലേ? അങ്ങനെയല്ല, അങ്ങനെയല്ല. 23 ഞങ്ങള് മറ്റേ കഴിഞ്ഞ എന്നാ തങ്കേസൂടിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ തന്നെയാണല്ലോ. ബാക്കിയുള്ള 2 കാലഘട്ടത്തിലും ഞങ്ങൾക്ക് മറ്റേ ചെറിയ രൂപവ്യത്യാസമൊക്കെ ഉണ്ട്, ചെറിയ. അപ്പം പഴയ മറ്റേ ഓർമ്മയൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല, പുതിയ ആൾക്കാരെ പോലെ തോന്നും കാണുമ്പോൾ. അതിനൊരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരെയും ഇങ്ങനെ മെയിൻ ക്യാരക്ടർ ആക്കിയിട്ട്
ഇത്രയും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ സിനിമ എടുക്കാൻ പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യം നിങ്ങൾ വിചാരിച്ചോ പ്രായങ്കാരിക്കുമെന്ന്? ഞാൻ അല്ല കിട്ടുന്നേട്ടനായിട്ടുണ്ട്. പുള്ളിക്ക് ഞാനായിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? ഒന്ന് അഭിനയിക്കോ? ഞാൻ അഭിനയിക്കണം. അങ്ങനെയല്ല, എന്നെ വിളിച്ച ഈ പറഞ്ഞ കണക്ക് അജിത്തേട്ടനും ഇമാനുവലിനും വിളിച്ച സമയത്ത് ഞാൻ വിചാരിച്ച എന്നെ പറ്റിക്കുന്നതായിരിക്കും. സിനിമയില് ഓഡീഷനും കൊണ്ട് നടക്കുന്നതല്ലേ, ഓഡീഷന് വേണ്ടി നടക്കുന്നത്. അപ്പൊ ആരെങ്കിലും വിളിച്ച് പറ്റിക്കുന്നതാന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ പിന്നെ പറഞ്ഞ അല്ല നീ അല്ല നായിക. അപ്പൊ രതീഷണ അതിന് കുറച്ച് ദിവസം മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ സിനിമയാന്നല്ല, ഒരു സിനിമയുണ്ട് ഈ മാസങ്ങളിൽ നീ ഒന്ന് ഫ്രീ ആണെന്ന് പറഞ്ഞു. ഫ്രീ ആവാൻ മാത്രം എല്ലാ മാസവും എനിക്ക് ഉണ്ട്, അത് വേറെ കാര്യം. 12 മാസം ഫ്രീ ഉണ്ട്. അപ്പൊ ഈ മാസങ്ങളിൽ ഫ്രീ ആവണമെന്ന് പറഞ്ഞു. പിന്നെ ഇവര് വിളിച്ച സമയത്ത് ഇതുപോലല്ലേ, ഞാൻ വിചാരിച്ചു ആരെങ്കിലും വിളിച്ച് പറ്റിക്കുന്നതായിരിക്കും വിചാരിച്ചു. പിന്നെ ഇത് പറഞ്ഞു. പിന്നെ രതീഷേട്ടൻ പറഞ്ഞില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഏകദേശം നല്ല ഒരു ധാരണയായി. പിന്നെ ഇത് പേയ്മെന്റും അങ്ങനെ ഇതിലുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഞാനിങ്ങനെ മെല്ലെ മെല്ലെ എന്റെ റിലേ പോകുന്ന പോലെ. അപ്പൊ അച്ഛനും അമ്മയും എന്റെ അടുത്തുണ്ട്. അവര് വിചാരിച്ചു ആരോ മരിച്ചിട്ടെല്ലാം കോൾ ചെയ്യുന്നതെന്നാ വിചാരിച്ചു. അതായത് എന്റെ റിയാക്ഷൻ കണ്ടിട്ട് ഇത് ആരോ മരിച്ചു, ബന്ധുക്കൾ ആരോ മരിച്ചു, ആ കോളാ വന്നിട്ടില്ലേന്നാ വിചാരിച്ചു. എന്താ പറ്റി അങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മ. ഞാൻ പിന്നെ അത് സെറ്റായി. അപ്പൊ എങ്ങനെയാ പറഞ്ഞേ? അത് എങ്ങനെയായിരുന്നു അവതരിപ്പിച്ച് കാണിച്ചേ? നീ അങ്ങനല്ലേ? അല്ല അങ്ങനെ എന്നാൽ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലായി എനിക്ക് കിട്ടുന്നേട്ടനായതാ മറ്റേ അത് വെറുതെ ആക്കിയതാ. അങ്ങനെ ആയിട്ടൊന്നുമില്ല. എന്നാലും ഭയങ്കര ഞാൻ ശരി ഈ അഭിനയിക്കാൻ ഞാൻ ഉണ്ടാവുമെന്ന് വരും. ഇങ്ങനെ ഭയങ്കര ഹേർട്ട് ബീറ്റ് എല്ലാം കൂടി ആണ്. ചേട്ടനല്ലോ ഇത് എങ്ങനെ വന്ന് വിളിച്ചപ്പോഴത്തേക്കൊക്കെ? ഇല്ല ഞാനിത് അറിയുന്നുണ്ട്. ഓ എല്ലാ കാര്യങ്ങളും ഈ സിനിമയുടെ പുറകെ നിൽക്കുന്നവരുടെ പ്രശ്നമില്ല, എല്ലാ കാര്യങ്ങളും അറിയുന്നോണ്ട് ഇവരെ സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ല. എല്ലാം അറിയില്ല. അതെ, ഇങ്ങനൊരു സംഭവം നമുക്ക് ചെയ്താലോ എന്നുള്ളൊരു ചർച്ച നമ്മളെല്ലാരും കൂടി ഇരിക്കുമ്പോഴാണ് ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ പ്രൊഡ്യൂസേഴ്സ് പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ വിളിച്ചു. അപ്പോഴാണ് ഇത് സീരിയസ് ആണല്ലോ, ഇത് പരിപാടി നടക്കാൻ പോകാണല്ലോ എന്നുള്ളത് അപ്പോഴാണ് തീരുമാനിക്കുന്നത്. ഈ സുമലത റീടേക്ക് എടുത്ത് ഇവരെയൊക്കെ വെറുപ്പിച്ച അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? സുമലത അങ്ങനെ റീടേക്ക് ഒന്നും എടുക്കില്ല. സുമലത മറ്റേ ഒറ്റ ടേക്കാണ്. സുമലത കുറച്ച് അങ്ങനെ ടേക്കുകൾ അങ്ങനെ കൂടുതലൊന്നും പോവില്ല. സുമലത ഒരു പ്രാവശ്യം പോയില്ലേ ആ മറ്റേ ഞാനിപ്പോ പറഞ്ഞ ഇത് അത്ര ടേക്ക് ഇല്ല, അങ്ങനെ പോയിട്ടില്ലാന്ന് തോന്നുന്നു. എന്നാലും ഏതായിരുന്നു ആ റീടേക്ക് എടുത്തത്? കുറെ തവണ എടുത്തു. അല്ല അതൊറ്റ ടേക്കില് മതി. നിങ്ങൾ ഇങ്ങനെ സ്വകാര്യം പറഞ്ഞിരുന്ന എനിക്ക് എങ്ങനെ മനസ്സിലാവും? അല്ല ഞാൻ പിന്നെ അത് പറയാൻ പറ്റില്ല. അത് പറഞ്ഞാ പോയില്ലേ അത്. അതിനൊക്കെ കഥാപാത്രം ആവാഹിക്കപ്പെടാൻ കുറച്ച് സമയം എടുക്കും. അത് ആവാഹനത്തിന്റെ പ്രശ്നമല്ല, പിന്നെന്തിരുന്നു? അല്ല അത് കാണുക അപ്പൊ മനസ്സിലാവും ഇത് സീൻ അങ്ങനത്തെ ഒരു സീനാണ്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടൊരു നായകനും നായികയായിട്ട് സിനിമ ഇറങ്ങുമ്പോ ടെൻഷൻ ഉണ്ടോ? തീർച്ചയായും ഉണ്ടോ? നല്ല ടെൻഷൻ ഉണ്ടോ? മോന് ടെൻഷൻ ഉണ്ടോ? അമ്മ ഇങ്ങനെ ടെൻഷൻ ഒന്നുമില്ല. വരുമ്പോ പിന്നെ പോപ്കോൺ വാങ്ങണം, അതിന്റെ ഉള്ളിൽ തിയേറ്ററിൽ ഇരുന്ന് കഴിക്കണം, അങ്ങനെ സീരിയസ് ഒന്നും അറിയില്ലല്ലോ. ചേട്ടനോ? എനിക്ക് ടെൻഷൻ ഉണ്ടോന്നാ? ടെൻഷൻ ഉണ്ട് വീണ. പക്ഷെ മറ്റേ അങ്ങനെ ഇത് നായകനാവുന്ന ആദ്യത്തെ സിനിമയാണല്ലോ അങ്ങനത്തെ ടെൻഷൻ ഇല്ല. എനിക്ക് എല്ലാ സിനിമയ്ക്കും പോലെ ഒരു ടെൻഷൻ ഉണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ നമുക്ക് കുറച്ചും കൂടി ഉത്തരവാദിത്തം കൂടുതലാണല്ലോ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ട്. അപ്പൊ ഏതായാലും ഉടൻ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ കറക്റ്റ് അല്ലേ? ഉടൻ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സിനിമ വൻ വിജയമാകട്ടെ. ഒരുപാട് പേർ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ സാധിക്കട്ടെ. അതിനുശേഷം OTT-യിലൊക്കെ ഇറങ്ങുമ്പോഴും വീണ്ടും നല്ല റിവ്യൂസ് ഒക്കെ നിങ്ങളെ തേടി എത്തട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. Thank you. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy.